ഹലോ, ഇന്നൊരു റാണ ചിക്കൻ്റെ റെസിപ്പി പറഞ്ഞുതരാവേ. റാണ ചിക്കൻ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ വെളിച്ചെണ്ണ അവോയ്ഡ് ചെയ്യുക. സൺഫ്ലവർ ഓയിലോ മറ്റ് റിഫൈൻഡ് ഓയിലോ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞുതരാമേ. നമ്മൾ ഒരു ചീനിച്ചട്ടി എടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ആവശ്യാനുസരണമുള്ള സ്പൈസസ്, ഹോൾ സ്പൈസസ് അല്ലേ, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് അതൊന്ന് പൊട്ടി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, പച്ചമുളക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യാനുസരണമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. അപ്പോൾ അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി പച്ചമുളക് ഞാൻ ചതച്ചാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ക്ലീനാക്കി ചതച്ചെടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി പച്ചമുളക് അത് ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. പിന്നെയാണ് നമ്മുടെ മെയിൻ ഐറ്റം അതായത് ചിക്കൻ കീമ. വേറൊന്നുമല്ല, നമ്മൾ ബോൺലെസ് ചിക്കൻ പീസ് എടുക്കുക, മിക്സിയുടെ ഗ്രൈൻഡറിലോട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ മുട്ടയൊക്കെ ചിക്കി നമ്മൾ എടുക്കത്തില്ല, അതുപോലെ ഇങ്ങനെ കിടക്കും സവാളയ്ക്കകത്ത് ചിക്കൻ. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മസാലാസ്, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാദാ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ആവശ്യാനുസരണം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഈ മസാലാസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 വലിയ തക്കാളി എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ച് അതൊരു പ്യൂരിയാക്കി എടുക്കുക, ടൊമാറ്റോ പ്യൂരി. എന്നിട്ട് ആ പ്യൂരിയും കൂടെ ഈ മസാല വഴറ്റിയതിനകത്തോട്ട് നമ്മൾ ആ പ്യൂരിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഐറ്റമായ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് നേരത്തെ ഒരു അരമണിക്കൂർ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയെല്ലാം ചിക്കനത് നന്നായിട്ട് ഇളക്കി പുരട്ടി നന്നായിട്ടൊന്ന് എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യാനുസരണമുള്ള വെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് നമ്മൾ മല്ലിയില നല്ല ഫ്രഷ് മല്ലിയില കുറച്ചെടുക്കുക. അത് നമ്മൾ ഇങ്ങനെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ് വേവിച്ചെടുക്കാൻ നോക്കുക. അപ്പം ഇതിനിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ശരിക്കുള്ള നോർത്ത് ഇന്ത്യൻ ടച്ചും ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ എക്സാക്റ്റായിട്ട് കിട്ടാനായിട്ട് കുറച്ച് കസ്തൂരി മേത്തി എടുത്ത് കയ്യിൽ നന്നായിട്ട് തിരുമ്മി അതും കൂടെ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മുടെ റാറ ചിക്കൻ